ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ഡിസെൻറ്റ് എന്ന ഇംഗ്ലീഷ് മൂവിയുടെ മലയാളം പരിവർത്തനമാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. സാറ ഒരിക്കൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു. ഭർത്താവും കുഞ്ഞും കൂടെ ഒരു സാധാരണ കുടുംബം പോലെ. ചെറിയ സന്തോഷങ്ങളിലൂടെയാണ് അവളുടെ ദിവസങ്ങൾ കടന്നുപോയത്. എന്നാൽ ഒരു ദിവസം ഉണ്ടായ ഒരു അപകടം അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ഒരു റോഡ് അപകടത്തിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ അവൾക്ക് നഷ്ടപ്പെട്ടു. ആ നിമിഷം കൊണ്ട് തന്നെ അവളുടെ ലോകം തകർന്നു വീണു. അതിനുശേഷം സാറ ജീവിച്ചിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത മാത്രം ബാക്കിയായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സാറയുടെ സുഹൃത്തുക്കൾ അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അവളെ ഒറ്റപ്പെടലിൽ നിന്ന് മാറ്റാൻ അവർ ഒരു യാത്ര പ്ലാൻ ചെയ്തു. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല, മറിച്ച് ഒരു അഡ്വഞ്ചർ അനുഭവം നൽകുന്ന ഒരു ഗുഹാന്വേഷണ യാത്രയായിരുന്നു. പർവ്വതങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയിലേക്ക് അവർ പോകാൻ തീരുമാനിച്ചു. 6 സുഹൃത്തുക്കൾ ചേർന്ന് ചെറിയ ആവേശത്തോടെയും ചിരികളോടെയും അവർ ആ യാത്ര ആരംഭിച്ചു. ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ആദ്യമെല്ലാം വളരെ ആവേശകരമായിരുന്നു. ചുറ്റും നിറഞ്ഞ ഇരുട്ടും ചെറുഭയവും അവർക്കൊരു പുതുമയായിരുന്നു. എന്നാൽ അവർ കൂടുതൽ അകത്തേക്ക് പോകുന്നതോടും സ്ഥിതി പതുക്കെ മാറാൻ തുടങ്ങി. വഴികൾ കൂടുതൽ ചെറുതായി, ചുറ്റുമുള്ള സ്ഥലം കുറയുകയും ചെയ്തു. തിരിച്ചു പോകാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വഴി കാണാനില്ല. അവർ അകത്ത് കുടുങ്ങിയിരിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായി. ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞ ആ സ്ഥലത്ത് ഓരോ ശബ്ദവും കൂടുതൽ ഭീകരമായി തോന്നി. അവരുടെ ഭയം പതുക്കെ വർദ്ധിച്ചു. അതിനിടയിലാണ് അവർക്ക് ഒരു അന്യമായ ശബ്ദം കേട്ടത്. അത് മനുഷ്യൻ്റെ ശബ്ദമല്ലായിരുന്നു. ഗുഹയിൽ അവർ മാത്രം ഇല്ലെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അവിടെ മറ്റൊരുപാട് വർഷങ്ങളായി ഇരുട്ടിൽ ജീവിച്ചിരുന്ന ചില ജീവികളുണ്ടായിരുന്നു. ഈ ജീവികൾക്ക് വെളിച്ചം ആവശ്യമില്ലായിരുന്നു. അവർ ശബ്ദം കേട്ട് ഇരയെ കണ്ടെത്തുന്നവരാണ്. മനുഷ്യരുടെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ വേട്ടയാടാൻ തുടങ്ങി. ഒന്ന് പിന്നെ ഒന്ന്. സാറയുടെ കൂട്ടുകാരികൾ അവരുടെ ആക്രമണങ്ങൾക്കിരയായി. ഗുഹയുടെ ഉള്ളിൽ അവരുടെ നിലവിളികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ആരും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഭയം എല്ലാവരെയും മാറ്റിമറിച്ചു. ഒരുമിച്ച് നിന്നിരുന്ന സുഹൃത്തുക്കൾ ജീവിക്കാൻ വേണ്ടി വേർപിരിഞ്ഞു. ഓരോരുത്തരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. ഈ സാഹചര്യത്തിലാണ് സാറയിലും ഒരു വലിയ മാറ്റം സംഭവിച്ചത്. തുടക്കത്തിൽ തകർന്നിരുന്ന അവൾ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരാളായി മാറി. അവളുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ധൈര്യവും ക്രൂരതയും പുറത്തു വന്നു. സമയം കടന്നുപോയതോടെ ഒരാൾക്ക് പിന്നാലെ ഒരാൾ വീണു. ഒടുവിൽ സാറ മാത്രം അവിടെ ബാക്കിയായി. ഇരുട്ടും ഭയവും നിറഞ്ഞ ഗുഹയിൽ അവൾ ഒറ്റയ്ക്ക് നിന്നു. എന്നാൽ അവൾ പോരാട്ടം നിർത്തിയില്ല. ഒടുവിൽ അവൾ ഒരു വഴി കണ്ടെത്തി. പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു വഴി. വെളിച്ചം കാണുമ്പോൾ അവൾ രക്ഷപ്പെട്ടുവെന്ന് തോന്നി. അവൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് എത്തി. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമല്ല. അവൾ ശരിക്കും രക്ഷപ്പെട്ടോ? അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ആ ഇരുട്ടിനുള്ളിൽ തന്നെയാണോ? അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു.